കെ എസ് അരുൺകുമാർ, നോക്കൂ, BJP പ്രതിനിധിയും കോൺഗ്രസ് പ്രതിനിധിയും ഒരു പരിധിവരെ ജലവിഭവ വകുപ്പ് മുൻ ഡയറക്ടറും പറയുന്ന കാര്യങ്ങൾ, ഈ സർക്കാർ ചില പരീക്ഷണങ്ങൾ നടത്തുന്നു, അത് പാളിപ്പോകുന്നു, അത് ജനങ്ങൾക്ക് ആരോഗ്യത്തിന് ഒരു തടസ്സമായി നിൽക്കുന്നു, കൃത്യസമയത്ത് ഇടപെടുന്നതിൽ അമാന്തം കാണിക്കുന്നു, അതിന് വലിയ വില നൽകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ മാഫിയ സംഘങ്ങളെ നിയന്ത്രിച്ചു നിർത്താൻ കോർപ്പറേഷന് സാധിക്കുന്നില്ല. അടിസ്ഥാനമായ ചോദ്യം, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ബേസിക് ആയിട്ടിരിക്കുന്ന പ്രയോറിറ്റി എന്താണ് മുൻഗണന? ഇത്രയും വലിയൊരു നഗരത്തിൽ മാലിന്യ നിർമ്മാർജ്ജനം ഒരു പ്രധാനപ്പെട്ട മുൻഗണനാ വിഷയമായി എടുത്തുകൊണ്ട് കഴിഞ്ഞ 2-2.5 വർഷമായി ഒരു ശ്രമം നടത്തിയിരുന്നെങ്കിൽ നമുക്കൊരു പരിധിവരെ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുമായിരുന്നില്ലേ? ഡോക്ടർ അരുൺ, ഈ ചർച്ച ആരംഭിച്ചപ്പോൾ തന്നെ ഒരു ഇൻട്രോ രൂപത്തിൽ താങ്കൾ പറഞ്ഞത്, നാളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന നിർണായക യോഗം നേരത്തെ നടത്തിയിരുന്നുവെങ്കിൽ മരണപ്പെട്ട ശ്രീ ജോയിയുടെ ആ മരണം നമുക്ക് ഒഴിവാക്കാമായിരുന്നില്ലേ എന്നതായിരുന്നു. താങ്കൾക്ക് ഞാൻ 3 കത്തുകൾ അയച്ചിട്ടുണ്ട്. ആ 3 കത്തുകളും, ഒന്ന് മെയ് മാസം 7-ാം തീയതി ബഹുമാനപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷൻ റെയിൽവേ ഡിവിഷൻ മാനേജർക്ക് അയച്ച കത്താണ്. 2 മെയ് മാസം 17-ാം തീയതി അയച്ച കത്താണ്. അതിനുശേഷം പ്രൊസീഡിംഗ്സ് ഓഫ് ദി ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ചെയർപേഴ്സൺ ഡിസ്ട്രിക്ട് കളക്ടർ ഇട്ടിരിക്കുന്ന ഒരു ഉത്തരവാണ്. ആ ഉത്തരവിന്റെ തീയതി എന്ന് പറയുന്നത് 29/5/2024. അതായത് കടുത്ത വേനൽ ഈ കേരളത്തിലുണ്ടായ മെയ് മാസത്തിലാണ് കോർപ്പറേഷൻ 2 കത്തുകൾ 7/5-നും 17/5-നും അയച്ചത്. അതുപോലെ 29/5-ന് കളക്ടർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ പ്രൊസീഡിംഗ്സിന്റെ ഉത്തരവാണ് അയച്ചിരിക്കുന്നത്. ആ ഉത്തരവിന്റെ അവസാനത്തെ പാരഗ്രാഫ്, ദ ഓർഡർ, ദ റെയിൽവേ അതോറിറ്റി മസ്റ്റ് ടേക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ to remove the debris and waste substances obstructing the proper flow of Palavangadi Thodu passing through the railway tunnel at Tambanur in Thiruvananthapuram city. ഇതൊരു ഉത്തരവാണ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ കളക്ടറുടെ ഒരു ഉത്തരവാണ്. അത് മെയ് മാസം 29-നാണ്. അതിനുശേഷം റെയിൽവേയുടെ ടണലിനുള്ളിലെ ഡെബ്രിസ് നീക്കം ചെയ്യാനല്ലേ ഈ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉത്തരവ് പറയുന്നത്? 12 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന, ഏകദേശം ഞങ്ങളുടെ ക്യാമറ തന്നെ ഇന്നലെ തന്നെ കണ്ടെത്തിയ, ഈ ഡെഡ് ബോഡി കണ്ടെത്തിയ തകരപ്പറമ്പ് കനാലടക്കം വരുന്ന പ്രദേശത്തെ ഡെബ്രിസ് നീക്കം ചെയ്യാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി കോർപ്പറേഷൻ ഉത്തരവിടാഞ്ഞത് എന്താണ്? ഞാൻ അതിലേക്ക് വരാം. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 4-ാമത്തെ ഒരു ഉത്തരവ്, അത് മുനിസിപ്പാലിറ്റി ആക്ടിലെ സെക്ഷൻ 30, 440, 440 ക്ലോസ് 2, 535 മുനിസിപ്പൽ ആ ചുമതലകൾ വഹിക്കുന്ന ആ കോർപ്പറേഷൻ ഇട്ടിരിക്കുന്ന ഒരു ഉത്തരവ്. ആ ഉത്തരവിലും ഇത്തരത്തിലുള്ള ഡെബ്രിസ് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇവിടെ ചോദിച്ച ചോദ്യം. ഞാൻ അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരാം, ഞാൻ അതിൽ നിന്ന് തെന്നി മാറുകയല്ല. ശ്രീ ജോയിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാഹചര്യം, ആ മരണത്തിന് ശേഷം മുഴുവൻ കോർപ്പറേഷന്റെ തലയിലും അതുപോലെ ഗവൺമെന്റിന്റെ തലയിലും കെട്ടിവെക്കാൻ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും വലതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും വലിയ കരുതി കൂട്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. റെയിൽവേ പ്രോപ്പർട്ടിയിൽ അതിക്രമിച്ച് കയറിയാൽ അപ്പോൾ അവർ റെയിൽവേ ആക്ട് പ്രകാരം കേസെടുക്കും. 3 കത്തുകൾ കൊടുത്തിട്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാൻ എന്ന രൂപത്തിൽ ജില്ലാ കളക്ടർ കത്ത് കൊടുത്തിട്ട് ഈ റെയിൽവേ എന്താണ് ചെയ്തത്? ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിച്ചല്ലോ. ഈ കേരളത്തിന്റെ അങ്ങും 12 ജില്ലകളിലൂടെ റെയിൽവേ കടന്നു പോകുന്നുണ്ട്. എത്രയോ റെയിൽവേ സ്റ്റേഷനുണ്ട്. ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഖരമാലിന്യവും ജൈവ മാലിന്യവും സംസ്കരിക്കാൻ ഒരു പ്ലാന്റ് റെയിൽവേക്കുണ്ട് എന്ന് കാണിച്ചു തരാൻ കഴിയുമോ? അപ്പൊ ഈ മാലിന്യം എങ്ങോട്ടാ പോണേ? ഈ മാലിന്യം എല്ലാം പോകുന്നത് തൊട്ടടുത്തുള്ള റോട്ടിലേക്കും അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ കുന്നുകൂടി ഇട്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ശ്രമം റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അങ്ങനെ ആയിക്കോട്ടെ. ഞാൻ ആദ്യം സൂചിപ്പിച്ചത് അത് പൊതുമേഖലാ സ്ഥാപനമായാലും സ്വകാര്യ മേഖലയായാലും വ്യക്തികളായാലും പട്ടവും കേശവവും പൊട്ടക്കുഴിയും അടക്കമുള്ള തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന ഭാഗങ്ങൾ ഇവിടെയെല്ലാം ഇപ്പോൾ അടക്കം മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ പ്രദേശങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് 114 മീറ്റർ എത്തുന്നത്. അരുൺകുമാറെ, താങ്കൾക്ക് അറിയില്ലെങ്കിൽ താങ്കൾ തിരുവനന്തപുരത്തേക്ക് വന്നു നോക്കൂ. അപ്പോൾ ഈ പ്രദേശങ്ങളിലെല്ലാം യാഥാർത്ഥ്യം അറിയാതെ പറഞ്ഞു പോവുകയാണ്. ഈ നഗരത്തിലെ മുഴുവൻ മാലിന്യം റെയിൽവേയിലേക്കാണ് പോകുന്നത്. ഞാൻ അതിനുശേഷം വിഷ്ണുവിലേക്ക് വരാം. അരുൺ, തുടരൂ. യെസ് വിഷ്ണു, നമ്മൾ രണ്ടുപേരും ഒച്ചയെടുത്താൽ ആർക്കും കേൾക്കാൻ കഴിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് 3 കത്ത് മെയ് മാസത്തിൽ കൊടുത്ത് ജൂൺ മാസം ആദ്യം ഒരു കത്ത് കൊടുത്തിട്ടും റെയിൽവേ ചെയ്യാത്ത ഉത്തരവാദിത്വം റെയിൽവേ ടണലിനുള്ളിൽ റെയിൽവേ തന്നെ ഒരു കോൺട്രാക്ടർക്ക് കൊടുത്ത് ആ കോൺട്രാക്ടർ നിയോഗിച്ച ഒരു ജോലിക്കാരനാണ് ജോയി. ആ ജോയിക്കുണ്ടായ അപകടം നമുക്കെല്ലാം വേദന ഉണ്ടാക്കുന്നതാണ്, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത അത്തരത്തിലുള്ള സംഭവം ഉണ്ടായപ്പോൾ അവയെ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തി. അവസാനം അദ്ദേഹം മരണപ്പെട്ടുപോയി. ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാതെ അതിന് ഉത്തരവാദിത്വം
മുൻനിർത്തി മേയറാണ്, കോർപ്പറേഷനാണ് എന്ന് പറഞ്ഞ് വ്യക്തിപരമായി ആക്രമിക്കുന്നു. സോഷ്യൽ മീഡിയ ആക്രമണ പരമ്പര സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്നു. ഗവൺമെന്റിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞില്ലേ, ഡിവിഷൻ ബെഞ്ച് മിനിങ്ങാന്ന് എന്താ പറഞ്ഞ 13 കാര്യങ്ങൾ പറഞ്ഞല്ലോ. ആ 13 കാര്യങ്ങൾ പറഞ്ഞതിലും പ്രധാനപ്പെട്ടതെല്ലാം റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളല്ലേ പറഞ്ഞത്. ഓരോന്നായി കൃത്യമായി സൂചിപ്പിച്ചല്ലോ റെയിൽവേ. കാരണം അതിലെവിടെയെങ്കിലും ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് എന്ന് ഡിവിഷൻ ബെഞ്ച് പറയുന്ന സാഹചര്യമുണ്ടോ? എന്താ നമ്മൾ അതെല്ലാം മറന്നുപോകുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കണം. ഭാവിയിലും മാലിന്യ വിമുക്ത കേരളം എന്ന സ്വപ്നത്തിലേക്ക് നമുക്ക് കുതിച്ചുയരാൻ കഴിയണം. അതിന് എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ ഉണ്ടാകണം. അത് ഇവിടെ 946 ഗ്രാമപഞ്ചായത്ത്, 500 ശിഷ്ടം ഈ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടു മുന്നിലുള്ള ഭാഗത്താണ് ജോയ് മുങ്ങിയത് എന്നത് സത്യമാണ്. ജോയ് ഒരുപക്ഷെ മരണപ്പെട്ടിരിക്കുക ടണലിനുള്ളിലായിരിക്കാം. ജോയിയുടെ മൃതശരീരം കിട്ടിയ പരിസരത്തെ മാലിന്യ കൂമ്പാരം ആരുടെ ഉത്തരവാദിത്വമാണ് അരുൺ? ഞാൻ അതിലേക്കാണ് വരുന്നത്. ഇവിടെ മിസ്റ്റർ ഡോക്ടർ അരുൺ, 946 ഗ്രാമപഞ്ചായത്തുണ്ട്. 550ഓളം ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് LDF ആണ്. ബാക്കി 380ഓളം UDF ആണ്. 11ഓളം ഗ്രാമപഞ്ചായത്ത് BJP ആണ്. അതുപോലെ കോർപ്പറേഷൻ ആയാലും മുനിസിപ്പാലിറ്റി ആയാലും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് എല്ലാം ഡിവൈഡ് ചെയ്താലും 3 കക്ഷികളും ഭരിക്കുന്നവരുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ് മാലിന്യ വിമുക്ത കേരളത്തിന് വേണ്ടി നടത്തേണ്ടത്. ഏറ്റവും ആധുനികമായിട്ടുള്ള ടെക്നോളജി ഉപയോഗിക്കണം. അതുപോലെ ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞല്ലോ, ഒറ്റ കാര്യം സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞല്ലോ, ഉറവിടങ്ങളിൽ മാലിന്യം സംസ്കരിക്കാനുള്ള ആ തീരുമാനം മണ്ടത്തരമാണെന്ന്. അങ്ങനെയൊന്നും പറയണ്ട. അത്തരത്തിലൊരു സംസ്കാരം വളർത്തിയെടുക്കണം. പുതുതലമുറയ്ക്ക് ബോധ്യമുണ്ടാക്കണം, ഞാൻ ഉണ്ടാക്കുന്ന ഈ മാലിന്യം മുഴുവൻ പേറേണ്ടവരല്ല ഈ റോഡ് സൈഡിലൂടെ പോകുന്നവർ, നഗരവാസികൾ എന്ന ഒരു ബോധ്യം അവർക്ക് വേണം. പിന്നെ ഒറ്റ കാര്യം, നമ്മൾ ഈ മാലിന്യങ്ങൾ കമ്പോസ് ചെയ്യാനുള്ള പാഴ്വസ്തുക്കളായാലും അത് അല്ല, ഞാൻ പറയട്ടെ, പാഴ്വസ്തുക്കൾ പോലും ശേഖരിച്ച് അത് തരംതിരിച്ച് ജൈവം, ഖരം, പ്ലാസ്റ്റിക് എന്ന രൂപത്തിൽ നമുക്ക് വിഭജിക്കാൻ കഴിയണം. പക്ഷെ അത്തരത്തിൽ വിഭജിച്ചെടുക്കാനുള്ള ഒരു സെന്റർ പോലും ഈ കേരളത്തിൽ നമുക്ക് ആരംഭിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. കാരണം മാലിന്യ സംസ്കരണത്തിന്റെ ഒരു കേന്ദ്രം വരുന്നു, ശക്തമായിട്ട് എതിർപ്പ്, പൗരസമിതി ഉണ്ടാക്കുന്നു, ജനങ്ങൾ എതിർക്കുന്നു. ഒരു സ്ഥലത്ത് പോലും ഇത് കേന്ദ്രീകരിച്ച് തരംതിരിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം അടുത്ത കാലത്ത് കേരളത്തിൽ വരികയാണ്. അതുകൊണ്ട് മാലിന്യങ്ങളും പാഴ്വസ്തു ശേഖരണവും രണ്ടും രണ്ടാണ്. പാഴ്വസ്തുക്കൾ ശേഖരിച്ച് അതിൽ ഖരവും ജൈവവും പ്ലാസ്റ്റിക്കും തരംതിരിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി സംസ്കരിക്കുന്ന കേന്ദ്രങ്ങൾ എല്ലാ വാർഡുകളിലും ആരംഭിക്കാൻ കഴിയണം. പഞ്ചായത്തിൽ ഒരു 4-5 എണ്ണമെങ്കിലും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ചോദിച്ച ചോദ്യമാണ്. ഈ മാലിന്യങ്ങൾ തള്ളുന്നതിൽ കൂടുതലും തട്ടുകടകൾ മുതൽ വൻകിട ഹോട്ടലുകളും ബാറുടമകളും അടക്കം ഹോസ്പിറ്റലുകൾ അടക്കമുള്ള വലിയൊരു സംഘമുണ്ട്. ഇവരൊക്കെ കരാർ കൊടുത്തിരിക്കുന്ന മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുന്ന വലിയ മാഫിയ സംഘങ്ങളുണ്ട്. ഇവരവിടെ നിന്നും വലിയ രീതിയിൽ കണ്ടെയ്നർ കണക്കിന് മാലിന്യങ്ങൾ അതാതിടങ്ങളിൽ നിന്ന് ശേഖരിച്ച് ഈ കനാലുകളിൽ കൊണ്ടുപോയി തള്ളുകയാണ്. അതിനെ പിടികൂടാനുള്ള എന്ത് എൻഫോഴ്സ്മെന്റ് സംവിധാനമാണ് കോർപ്പറേഷൻ ചെയ്തിട്ടുള്ളത്? ഇവരെയൊന്നും തൊഴിലില്ല കോർപ്പറേഷൻ. ഈ ആശുപത്രി സംവിധാനത്തെയോ ഈ ഹോട്ടൽ സംവിധാനത്തെയോ ഈ ബാറുടമകളെയോ ഈ തട്ടുകടകളും അല്ലെങ്കിൽ മറ്റു ഹോട്ടലുകളും നടത്തുന്നവരെയോ ഒന്നും ഈ എൻഫോഴ്സ്മെന്റ് ഏജൻസി തൊഴില്ല. അങ്ങനെ എൻഫോഴ്സ്മെന്റ് ഏജൻസി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ നമ്മളൊക്കെ വാർത്തയാക്കുമായിരുന്നല്ലോ, അത് കേരളം ചർച്ച ചെയ്യുമായിരുന്നല്ലോ. അത് ചർച്ച ചെയ്യാതെ വന്നതുകൊണ്ട് കൂടിയാണ് ഇത്രയും വലിയ മാലിന്യം ആ ടണലിനുള്ളിലേക്ക് പോകുന്നതും ടണലിന് പുറത്തേക്ക് വരുന്നതും ആ മാലിന്യ കുമ്പാരത്തിൽ ഒരു മനുഷ്യൻ നഷ്ടപ്പെട്ടു പോകുന്നതും. അപ്പോൾ അരുൺ, ഇതിൽ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ കഴിയില്ല. റെയിൽവേയുടെ കാര്യത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റുകളോ സീവേജ് പ്ലാന്റോ 44 റെയിൽവേ സ്റ്റേഷനുകളിൽ 41 എന്ന വസ്തുത നമ്മുടെ മുന്നിലുണ്ട്. തിരുവനന്തപുരം പോലെ ഒരു നഗരത്തിൽ ഇത്രയും അധികം കൺസ്ട്രക്ഷൻ നടക്കുന്ന റെയിൽവേ സ്റ്റേഷനിൽ അതില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിന്നല്ലല്ലോ നമ്മൾ തിരിച്ചറിയുന്നത്. ഇത് 5 വർഷങ്ങൾക്ക് മുമ്പ് 8 വർഷങ്ങൾക്ക് മുമ്പ് ഈ സർക്കാർ തിരിച്ചറിയേണ്ടതായിരുന്നില്ലേ? കോർപ്പറേഷൻ നോട്ടീസ് കൊടുത്തോ? നിങ്ങൾക്ക് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാൻ വേണമെന്ന് സർക്കാർ എപ്പോഴെങ്കിലും ആവശ്യപ്പെട്ടോ റെയിൽവേയോട്? ഒറ്റ മിനിറ്റ്. താങ്കൾ ചോദിച്ചല്ലോ, ഇത്തരത്തിൽ തട്ടുകടകൾ, അതുപോലെ പച്ചക്കറി കടകൾ, അതുപോലെ തന്നെ ഇത്തരത്തിൽ മാലിന്യങ്ങൾ തോടുകളിൽ കൊണ്ടുപോയി തള്ളുന്ന കടകളെ കുറിച്ചെല്ലാം പറഞ്ഞു. എന്നാൽ ഇപ്പൊ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പുറത്തുവിട്ട കണക്ക് പ്രകാരം 2023 മാർച്ചിൽ ക്യാമറ സ്ഥാപിച്ച ഇടങ്ങളെ കുറിച്ച് ഒരു കണക്കും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ക്യാമറ സ്ഥാപിച്ച ഇനം 1047 ഇടങ്ങളിൽ ഇത്തരത്തിൽ ആരെങ്കിലും മാലിന്യം തള്ളുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ക്യാമറ. അതുപോലെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇത്തരത്തിൽ മാലിന്യം
കൊണ്ടുപോയി ഇടാൻ പറ്റുന്ന ബിന്നുകൾ 1,69,270 ബിന്നുകളാണ് ഇതേ കോർപ്പറേഷനും പഞ്ചായത്ത് മുനിസിപ്പൽ അതിർത്തിയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. അതുപോലെ ഇതിൽ പിഴയായി ഈടാക്കിയ തുക നോക്കിയാൽ ലക്ഷക്കണക്കിന് രൂപയുടെ വർധനവ് ഈ പിഴയായി ഈടാക്കിയ നമ്മളൊന്നും കണ്ടിട്ടില്ല കേട്ടോ അരുൺ. അതുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിലെ ഏതെങ്കിലും ഒരു സ്റ്റാർ ഹോട്ടലിൽ നിന്ന് മാലിന്യം പുറത്തേക്ക് കൊണ്ടുപോയി ഇതേപോലെ തള്ളി കോർപ്പറേഷൻ പിടിച്ച ഒരു വാർത്തയും ഞാൻ അടുത്ത് കണ്ടിട്ടില്ല. താങ്കൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് ശ്രദ്ധയിൽപ്പെടുത്താവുന്നതാണ്. Debate with Arun Kumar.